എടാ പേടിക്കണ്ട പേടിക്കണ്ട ഗുണ്ടു, നീ പേടിക്കണ്ട ഗുണ്ടു, നീ പേടിക്കണ്ട. അതൊരു ഓല വീണതാ പേടിക്കണ്ടടാ, ഒളിക്കണ്ട. ആ പോട്ട്, ടെൻഷൻ അടിക്കാതെ കേട്ടാ. പോട്ടെ പേടിക്കാതെടാ, മക്കള് പേടിക്കാതെ, ടെൻഷനൊന്നും അടിക്കാതെ പോട്ട്. ആടാ, ഇത് വേറെ ഒന്നുമല്ല, എൻ്റെ ഗുണ്ടു പേടിച്ചു പോയതാണ്. ബാക്കിലോട്ടാണ് ഇത്ര നേരം നടന്നത്, എന്നിട്ട് ഓടിപ്പോയി ഒളിക്കാൻ പോകുന്നതാണ്. അത് ലൈനിൽ കൂടി ഒരു ഓല വന്ന് വീണ ഒരു സൗണ്ട് കേട്ട് എൻ്റെ ഗുണ്ടു പേടിച്ചു പോയി. എന്നിട്ട് ചെന്ന് നേരെ റൂമിലോട്ടിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങ് വാ അല്ലെങ്കിൽ ഇവിടെ അങ്ങ് പുറത്തോട്ടല്ലേ പോവും. ഇത് നേരെ തിരിച്ച് അടുക്കളയിലോട്ട് ഒളിക്കുകയാണ് ചെയ്യണത്. എന്തിനാ എന്ത് പറ്റി? ഓല വന്ന് വീണതിന്റെ സൗണ്ടടാ. നീ പേടിക്കണ്ട, എല്ലാരും നാട്ടുകാരെല്ലാം അറിയും നീ ഒരു പേടി തുറന്നാണെന്ന്. അയ്യേ അല്ലെങ്കിൽ പോയി വണ്ടിയുടെ പുറത്ത് നിന്ന് നോക്കണവനാണ് ആരാ അവിടെ ഓല ഇട്ടത്? വെളിയിറങ്ങാൻ പേടി. എന്നിട്ട് എടാ, ഓല ലൈനിൽ കൂടി വന്ന സൗണ്ടടാ പൊട്ടാ. വരുന്നില്ല, നിങ്ങൾ കാണണം. ഇത്രയും വരുന്നില്ലേ ഗുണ്ടു? നല്ല പേടിച്ചു പോയേട്ടാ. ഞാൻ ചിരിക്കണേക്കെ ശരി തന്നെ. വന്ന് ഓല വീണപ്പോഴേ, ലൈനിൽ കൂടി വീണപ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് കേട്ട് ഗുണ്ടു ഇത് ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ചാടി എണീറ്റ് വീടിനകത്തോട്ട് ഓടി. എന്നിട്ട് അകത്തിരുന്ന് കുരയ്ക്കുന്നു. ആരാടാ അതൊന്നും പറഞ്ഞു. ആരാടാ ഗുണ്ടു? എന്നിട്ട് എന്താ വീട്ടിന്റെ വെളി ഇറങ്ങാത്ത? എന്ത് വീട്ടിന്റെ വെളി ഇറങ്ങാത്ത? ഇങ്ങനെ പേടിക്കാവോ? നീ ഒരു ആൺകുട്ടിയല്ലേ, പുറത്തു വരൂ. എന്നിട്ടും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല, വീടിനകത്തിരുന്ന് കുരയ്ക്കുക. എന്താ ഗുണ്ടു, എന്താ സംഭവിച്ചത്? പറയൂ, എന്താണ് നിനക്ക് സംഭവിച്ചത്? വെളിയിറങ്ങി വാ നീ, ഞാൻ എന്താ പോകുന്ന കണ്ടില്ലേ? വാ ഗുണ്ടു, നാണക്കേടുന്നോ? വരൂ. വരില്ല, ഞാൻ വരുന്നില്ല, അമ്മ നിർബന്ധിക്കരുത്. വീടിനകത്തിരുന്ന് ഞാൻ കുറച്ചൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഈ മോശം. ഇവിടെ കൂടി ഏതെങ്കിലും ഒരു കാക്ക പോയാ മതിയല്ല. ചെവി പേടിച്ചു കേട്ടാ. പോട്ടടാ, അവിടെ ഒരു കുഴപ്പമില്ല, എൻ്റെ പൊന്നല്ലേടാ. പേടിക്കണ്ട കേട്ടാ. ഒന്നും പേടിക്കാനൊന്നുമില്ല.